നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സാധാരണ ദിവസത്തെക്കുറിച്ചുള്ള വീഡിയോ അല്ല. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ജനുവരി 29. ഈ ഒരു തീയതി എല്ലാവരും ഒന്ന് കുറിച്ചു വെച്ചോളൂ. നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. രാവും പകലും കഷ്ടപ്പെട്ടിട്ട് കയ്യിൽ പണം നിൽക്കാത്തവർ, വാങ്ങിക്കൂട്ടിയ കടങ്ങൾ എങ്ങനെ തീർക്കുമെന്നറിയാതെ വിഷമിക്കുന്നവർ. അവർക്കെല്ലാം ആശ്വാസത്തിൻ്റെ ഒരു കുളിർക്കാറ്റായി ജനുവരി 29 മാറുകയാണ്. ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്നത് ചില പ്രത്യേക ദിവസങ്ങളിൽ തന്നെയാണ്. ഇവിടെ ഈ നക്ഷത്രജാതകർക്ക് ഒരു രാജയോഗം വന്നു ചേരാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ധനരാജയോഗം തന്നെയാണ്. ഇങ്ങനെയൊരു ധനരാജയോഗം എല്ലാ നക്ഷത്രജാതകർക്കും ലഭിക്കില്ല. കൃത്യം 11 നക്ഷത്രജാതകർക്കാണ് ഈ മഹാഭാഗ്യം വിധിച്ചിരിക്കുന്നത്. ഇവർക്കിനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പൊന്നും പണവും ഇവരെ തേടിയെത്തും. ആരൊക്കെയാണ് ആ 11 ഭാഗ്യവാന്മാർ? ഈ നക്ഷത്രജാതകർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? അതൊക്കെ നമുക്ക് കൃത്യമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ചിലർക്ക് നല്ല കാലം പിറക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ചില ക്ഷേത്രങ്ങളിലൊക്കെ ചിലർ ദർശനം നടത്താൻ പോകുമ്പോൾ ഒരു ദൈവീകമായ ഒരു ശക്തി അവരോട് വന്നു പറയും, നിനക്ക് രക്ഷപ്പെടാൻ സമയമായി എന്ന്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ ഒരു സമയം മുതൽ ആ നക്ഷത്രജാതകർക്ക് വലിയൊരു ജീവിത വിജയത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു നേട്ടത്തിൻ്റെ സമയമായി എന്ന് ചുരുക്കം. ഇവിടെ ഈ 11 നക്ഷത്രജാതകർക്കും അങ്ങനെ ഒരു അവസരമാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും നക്ഷത്രം ഇതിലുണ്ടാകും. അങ്ങനെ ഒരു നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രമാണ് ഇതെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ, നിങ്ങൾ പോകേണ്ട ക്ഷേത്രങ്ങൾ, ഇതൊക്കെ അറിഞ്ഞ് കൃത്യമായി ചെയ്താൽ തീർച്ചയായും വരുന്ന 5 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും ഇത് നടന്നു തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ആ നക്ഷത്രജാതകരെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. തീർച്ചയായും വലിയൊരു മാറ്റം, വലിയൊരു ഭാഗ്യം, വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്തുകൊണ്ടാണ് ജനുവരി 29 ഇത്ര പ്രധാനമാകുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഗ്രഹങ്ങൾ ഏറ്റവും ശക്തമായ ഒരു നിലയിലേക്ക് മാറുന്ന സമയമാണിത്. ഇതുവരെ ഈ 11 നക്ഷത്രജാതകരുടെ തലയിലുണ്ടായിരുന്ന ശനിദോഷം അല്ലെങ്കിൽ കണ്ടകശനി പോലുള്ള ദുരിതങ്ങൾ ഒരു ശമനം വരികയാണ്. അവർ രക്ഷപ്പെടാൻ പോവുകയാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അകന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ഇത്രയും നാൾ അടഞ്ഞുകിടന്ന ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. പ്രധാനമായും 3 ഗുണങ്ങളാണ് ജനുവരി 29 മുതൽ ഈ നക്ഷത്രജാതകർക്ക് ലഭിക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രാധാന്യമേറിയത് അവർ കാലങ്ങളായി വിഷമിച്ചു കൊണ്ടിരുന്ന കടബാധ്യതയിൽ നിന്നുള്ള ഒരു മോചനം തന്നെയാണ്. കടങ്ങളൊക്കെ തീരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ധനലാഭം വന്നു ചേരുന്നു. 3 തൊഴിലിലെ സ്ഥിരത. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോയി ഒരുപാട് പേരുണ്ട്. അവരിൽ പലരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സഹിക്കുന്നത്. എന്നാൽ അവർക്ക് അവിടെ നല്ലൊരു തൊഴിലിൽ സ്ഥിരത വന്നു ചേരുകയും അവരുടെ കരിയറിലൊരു വലിയ മാറ്റം വന്നു ചേരുകയും ചെയ്യുന്നു. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവർ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഇനി ഒട്ടും വൈകിപ്പിക്കുന്നില്ല. ആ 11 നക്ഷത്രജാതകരെ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം.
ഇതിൽ നിങ്ങളുടെ നക്ഷത്രം വന്നാൽ തീർച്ചയായും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയണം. ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണം. അപ്പോൾ അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പട്ടികയിൽ വരുന്ന നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അശ്വതിയുണ്ട്, കാർത്തികയുണ്ട്, രോഹിണി. ഈ 3 നക്ഷത്രങ്ങളാണ്. മേടക്കൂറിലും ഇടവക്കൂറിലും വരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ജനുവരി 29 മുതൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പണത്തിന് വലിയൊരു ഞെരുക്കം അനുഭവിക്കുന്നവരാകാം ഇവർ. എവിടെ നിന്നെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാതെ നീണ്ടുപോയ സാഹചര്യം. എന്നാൽ ഇനി ആ അവസ്ഥ മാറും. മുടങ്ങിക്കിടന്ന് ചിട്ടി വിളിച്ചെടുക്കാനോ അല്ലെങ്കിൽ ലോൺ പാസ്സായി കിട്ടാനോ ഉള്ള യോഗം കാണുന്നു. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്ര ജാതകർക്ക് സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നത്തിലേക്ക് അടുക്കാൻ ഇവർക്ക് കഴിയും. സ്വർണ്ണമൊക്കെ വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ വീട് വയ്ക്കാൻ സാധിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ നിഴലിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വസ്തു തർക്കങ്ങൾ അല്ലെങ്കിൽ വസ്തുവൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിൽക്കുന്ന സമയമാണ്. എല്ലാം അനുകൂലമായി തീരുന്ന ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നു. പ്രതിസന്ധികളൊക്കെ മാറുന്നു, രക്ഷപ്പെടുന്നു, ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരുന്നു, ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു. തീർച്ചയായും ഇത് സംഭവിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇവർ ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അപ്പോൾ ഈ നക്ഷത്ര ജാതകർ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അടുത്ത നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് മഹാഭാഗ്യം തേടിയെത്തുന്നത് 3 നക്ഷത്ര ജാതകരാണ്. അതിൽ മകയിരമുണ്ട്, പുണർത്തമുണ്ട്, പൂയമുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം മനസ്സമാധാനം എന്തെന്ന് ജീവിതത്തിൽ അനുഭവിച്ചിട്ടേയില്ല. ജോലിയിൽ വലിയ സമ്മർദ്ദം, വീട്ടിൽ വന്നു കയറിയാലോ സ്വസ്ഥതയില്ല, സമാധാനമില്ല, വഴക്ക്, അങ്ങനെ പലതും. എന്നാൽ ജനുവരി 29 കഴിയുന്നതോടെ കാര്യങ്ങൾ മാറിമറിയും. തൊഴിലന്വേഷിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ തൊഴിൽ ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന പുണർത നക്ഷത്ര ജാതകർക്ക് അതിനുള്ള വിസ തടസ്സങ്ങളൊക്കെ നീങ്ങും. പൂയ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വരെ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി കയ്യിൽ പണം വന്നു ചേരുന്ന സമയം. നിങ്ങളെ ഇത്രയും നാൾ കളിയാക്കിയവർക്ക് മുൻപിൽ തലയുയർത്തി ജീവിക്കാൻ ഈശ്വരൻ നിങ്ങൾക്ക് അവസരം തരും. കുടുംബത്തിൽ നിലനിന്നിരുന്ന രോഗദുരിതങ്ങൾക്ക് ശാന്തി ലഭിക്കും. അങ്ങനെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. മുരുകൻ്റെ ഒരിക്കൽ പോയി പ്രാർത്ഥിച്ചാൽ മതി. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മുരുകൻ മാറ്റിത്തരും, ഉറപ്പാണ്. അച്ചട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. അതുപോലെ ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, കൂവളമാല ഇവയൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. രക്ഷപ്പെട്ടിരിക്കും. പ്രതിസന്ധികളൊക്കെ അകലുകയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാനും ഇവർക്ക് സാധിക്കും. ഈ നക്ഷത്ര ജാതകർ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത 3 നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ ഇവരാണ്. ഉത്രം, അത്തം, ചോതി. ഇവർക്ക് 2026 ഏറ്റവും മികച്ച സമയമാണ് ജനുവരി 29 മുതൽ തുടങ്ങുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ഇരട്ടിയാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ സമയം. നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കും. ഷെയർ മാർക്കറ്റിലോ ചിട്ടിയിലോ ഒക്കെ പണം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭം കിട്ടും. കലാപരമായ കാര്യങ്ങളിൽ നിന്ന് അംഗീകാരവും പണവും ലഭിക്കുന്ന സമയമാണ്. ചോദ്യ നക്ഷത്ര ജാതകർക്ക് സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക സഹായം ലഭിക്കും. വലിയൊരു കടം വീട്ടിക്കഴിഞ്ഞ് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് നടന്നിരിക്കും. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം, ധാരയൊക്കെ നടത്തുക. അവസാനത്തെ 2 നക്ഷത്ര ജാതകർ അവർ മറ്റാരുമല്ല, വിശാഖവും ഉത്രട്ടാതിയുമാണ്. വിശാഖത്തിനും ഉത്രട്ടാതിക്കും ദൈവാധീനം ഏറ്റവും കൂടുതലുള്ള സമയമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. നല്ലൊരു പങ്കാളിയെ ലഭിക്കും. അതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് യാത്രാഗുണം കാണുന്നുണ്ട്. ദൂരയാത്രകൾക്ക് വഴിയൊരുങ്ങും. ഈ 2 നക്ഷത്ര ജാതകർക്കും ലോട്ടറി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജനുവരി 29 മുതൽ ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്താം. ചെറിയ തുകയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകുന്ന സമയമാണ്. സമൂഹത്തിലൊക്കെ നല്ല മാന്യതയൊക്കെ ലഭിക്കുന്ന സമയമാണ്. രക്ഷപ്പെട്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭാഗ്യം അത്രയ്ക്കധികം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ചില പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകണം. നക്ഷത്രങ്ങൾ അനുകൂലമാണെങ്കിലും ആ ഭാഗ്യം പൂർണ്ണമായി കിട്ടാൻ നമ്മൾ ചെറിയൊരു കാര്യം കൂടി ചെയ്യണം. ഈ പറഞ്ഞ 11 നക്ഷത്രക്കാരും ജനുവരി 29 രാവിലെ കുളിച്ച് ശുദ്ധിയായി വീടിൻ്റെ പൂജാമുറിയിലോ അടുത്ത ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ഒരു നെയ്വിളക്ക് കത്തിക്കുക. എന്നിട്ട് ഓം ശ്രീയേ നമഃ എന്ന മന്ത്രം 9 തവണ ജപിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ജാതകത്തിലെ ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കി വരാനിരിക്കുന്ന ഭാഗ്യത്തെ ഇരട്ടിയാക്കും.
തീർച്ചയായിട്ടും ഇത് സംഭവിച്ചിരിക്കും. ഇനി നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടായിരുന്നു. ഇനിയില്ലെങ്കിലും വിഷമിക്കേണ്ട. ഈശ്വര പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഏത് വിധിയെയും മാറ്റിമറിക്കാൻ കഴിയും. പക്ഷേ ജാതകത്തിൽ ഇപ്പോൾ സമയം മോശമാണെങ്കിൽ എന്ത് പരിഹാരം ചെയ്യണമെന്നറിയാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നമുക്ക് പരിശോധിക്കാം. വാട്സപ്പ് നമ്പർ 94 967 24 401. എല്ലാവർക്കും ജനുവരി 29 മുതൽ കോടീശ്വര യോഗം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.